ഒന്ന് കഴിച്ചോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഗൈസ്, ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വീട്ടിൽ കറി വെക്കാൻ വാങ്ങിച്ച ചിക്കൻ ആയിരുന്നു. ഇവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനാദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലവറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല, പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, വളരെ ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ടൊമാറ്റോ സോസും മയോണീസും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കൂലേ ഗൈസ്. അപ്പോൾ എങ്ങനെ, ഈ ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. പൊളി ടേസ്റ്റ് ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പിക്കായിട്ട് ആയിഷ വ്ലോഗ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ, ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം.